ഇതൊരു നല്ല തുടക്കമാണ് എന്ന് വേണമെങ്കിൽ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറയാമെന്നുള്ളത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ശിവസേന, NCP, കോൺഗ്രസ് സഖ്യം അത് എത്രത്തോളം ജോയിൻ്റായിട്ട് എത്ര കൊഹസീവായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ലാസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത എത്രത്തോളം, ഇത്തരം വലിയ ചോദ്യങ്ങളൊക്കെ വരുമല്ലോ ഈ ഇലക്ഷന് ശേഷം. രാജീവേ, ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ സണ്ണി സാറ് പറഞ്ഞതുപോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്തു. പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് പൊളിറ്റിക്സിൽ 1+1=2 അല്ല, ഒരിക്കലുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ BSP SP സഖ്യം UP തൂത്തു വരേണ്ടതാണ്. കാരണം അവരുടെ രണ്ടിൻ്റെയും അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷനിലെ കമ്പൈൻഡ് ആയിട്ടുള്ള ജനപിന്തുണ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ജനപിന്തുണയേക്കാൾ 4-5% മുകളിൽ നിൽക്കുമായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും സംയുക്തമായിട്ട് മത്സരിച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 സീറ്റിൽ BSP ജയിക്കുകയും 5 സീറ്റിൽ SP ജയിക്കുകയും ചെയ്തൊരവസ്ഥയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSPയുടെ ആൾക്കാർ SPക്ക് വോട്ട് ചെയ്തില്ല, ഒരുവിധപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തില്ല. SP കുറച്ച് BSPക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ അവരുടെ ഈ ഏറ്റവും വലിയ ഒരു ഇന്ത്യയുടെ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് വിചാരിച്ചിരുന്ന ആ സഖ്യം വെറും 15 സീറ്റിൽ അവസാനിച്ചു. എന്തുകൊണ്ടാണ് മമത TMCയുമായിട്ട് ബംഗാളിൽ സഖ്യമില്ല, അല്ലെങ്കിൽ TMCക്ക് കോൺഗ്രസുമായിട്ടോ CPMമായിട്ടോ ഇല്ലാതെ മുന്നോട്ട് പോയതെന്ന് ചോദിച്ചാൽ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം ബംഗാളിൻ്റെ ഒരു അവസ്ഥയിൽ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വേട്ടയാടുന്നത്, അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുകയാണ്, വേട്ടയാടുന്ന 3 പാർട്ടികളാണുള്ളത്. ഒന്ന് BJP, ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്. അതായത് എല്ലാ ദിവസവും അടി കിട്ടുന്നത് അവർക്കാണ്. ഇപ്പോൾ ഈ അടി കിട്ടുന്ന ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ മോൾത്തട്ടിൽ എന്ത് സഖ്യം ഉണ്ടായാലും അടിത്തട്ടിൽ അത് പ്രതിഫലിക്കില്ല. അതായത് ഒരു CPMകാരനും അവിടെ തൃണമൂൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല, ഒരു കോൺഗ്രസ്സുകാരനും അവിടെ തൃണമൂൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. അതിനേക്കാൾ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് BJPക്ക് വോട്ട് ചെയ്യാനാണ്. കാരണം അവിടെ ഈ 3 പേരും ഒരു തരത്തിൽ പറഞ്ഞ ഇരകളാണ്, മനസ്സിലായി. അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥാവിശേഷം വളരെ ശക്തമായിട്ട് ഈ പ്രതിപക്ഷ മുന്നണിയുടെ പല ഘട്ടങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, മഹാരാഷ്ട്രയിൽ പതിവില്ലാതെ അതിഗംഭീരമായ ഒരു മുന്നണി, എന്താ പറയുക, അരക്കിട്ടുറപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു മുന്നണി സംവിധാനമാണ്. കാരണം അതിന് ശരത് പവാറിൻ്റെ ഒരു വലിയ സംഭവമുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു വലിയ വിട്ടുവീഴ്ച മനോഭാവമുണ്ട്, എന്താ പറയുക, ഉദ്ധവ് താക്കറെയുടെ ഒരു വലിയ എന്താ പറയുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അത് എല്ലാം. കാരണം 2.5 വർഷം ഒരിക്കലും ആരും സാധ്യമാകുമെന്ന് വിചാരിച്ചൊരു അലയൻസ് അല്ല മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെ കൂടെ ഒന്നിച്ചു നിന്ന് ഭരിക്കും, ഉദ്ധവ് താക്കറയെ മുഖ്യമന്ത്രിയാക്കിയിട്ട് പുറത്തുനിന്ന് പിന്താങ്ങുമെന്ന് പറയുന്ന ഒരു അവസ്ഥ ആരും പ്രതീക്ഷിച്ചില്ല. അത് സാധ്യമാക്കിയത് ശരത് പവാറാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ നിലം തൊടില്ല എന്ന് വിചാരിച്ച കോൺഗ്രസ് NCP മുന്നണിയെ ഉയർത്തിക്കൊണ്ടുവന്ന ശരത് പവാറിൻ്റെ ഒറ്റൊരാളുടെ മിടുക്കാണ്. കാരണം ശരത് പവാറിനെ വേട്ടയാടാൻ EDയെയും ഇൻകം ടാക്സിനെയും അടക്കമുള്ളൊരു വലിയ സംഘത്തെ അന്ന് മോദി സർക്കാർ അയച്ചിരുന്നു. എന്നിട്ട് മോദി തന്നെ നേരിട്ട് അവിടെ വന്നിട്ട് ശരത് പവാറിൻ്റെ അവസാനമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശരത് പവാർ എന്താണെന്ന് അദ്ദേഹം നേരിട്ട് കാണിച്ചു കൊടുത്തൊരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നമാണ്. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് മുഖമെല്ലാം പോയിരിക്കുന്ന ഒരാളാണല്ലോ. അദ്ദേഹം അദ്ദേഹം ഒരു വലിയ സാംഗ്ലിയിലാണെന്ന് തോന്നുന്നു. ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങളാരും പിരിഞ്ഞു പോകുന്നില്ല, എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം ഒരു കുടയായിട്ട് വരുമ്പോൾ ശരത് പവാർ ആ കുട വാങ്ങിക്കാതെ അദ്ദേഹം പറയുകയാണ്, ഇത്രയും ആൾക്കാർ മഴ നനഞ്ഞെന്നാണ് എന്നെ കേൾക്കുന്നത്, ഞാനും അവരോടൊപ്പം മഴ നനയും എന്ന് പറഞ്ഞിട്ട് പുള്ളി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഭയങ്കര എഫക്റ്റാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ മാറ്റിമറിച്ചൊരു പ്രസംഗമെന്ന് നമുക്കറിയാം പറയാം. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കണ്ട് ആവേശപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു അത്. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് കോൺഗ്രസിനൊന്നും മഹാരാഷ്ട്ര നയിക്കാൻ ആളില്ല, കോൺഗ്രസിനൊന്നും എടുത്തു പറയത്തക്ക ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചത് 15-20 സീറ്റാണ് പരമാവധി. NCPക്കും അത്രയും സീറ്റുകളാണ് പ്രതീക്ഷിച്ചത്. കാരണം BJP തൂത്തുവാരി കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഇലക്ഷനായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഈ പറഞ്ഞ പ്രതിപക്ഷ സഖ്യം ഉയർത്തെഴുന്നേറ്റ ഒരു എഴുന്നേൽപ്പുണ്ട്, NCP കോൺഗ്രസ് സഖ്യം. അവർ ഏതാണ്ട് 52-50 സീറ്റുകൾ വീതം വാങ്ങിച്ച് വളരെ ശക്തമായ നിലയിൽ വരികയും അവിടെ വെച്ച് ഉദ്ധവ് താക്കറെയും BJPയും തമ്മിലൊരു തർക്കം ഉണ്ടായപ്പോൾ ഫലപ്രദമായിട്ട് അതിനകത്ത് ഇടപെട്ട് കോൺഗ്രസിനെ പറഞ്ഞ് മനസ്സിലാക്കി ശരത് പവാർ ഉദ്ധവ് താക്കറയെ ഒപ്പം നിർത്തി മഹാവികാസ് അഘാടി എന്ന് പറയുന്ന ഒരു സർക്കാർ രൂപീകരിക്കുകയാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ ആയുസ് 1 മാസമാണ് എന്നാണ് ഒരുവിധപ്പെട്ട എല്ലാവരും വിലയിരുത്തിയത്. പക്ഷേ ആ സർക്കാരിൻ്റെ ആയുസ് 1 മാസമല്ല, 2-2.5 വർഷം നീണ്ടു നിന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്തെല്ലാം തർക്കങ്ങളുണ്ടായിട്ടും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും അവർ ഒന്നിച്ച് പിടിച്ചു ചർച്ച ചെയ്തും സംസാരിച്ചും കാര്യങ്ങൾ ക്ലിയർ ആക്കിയും ഈവൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കമുള്ള ആൾക്കാർ വളരെ ലീനിയൻ്റായിട്ട് അതിനകത്ത് ഇടപെട്ട്, ഉദ്ധവ് താക്കറെ ലീനിയൻ്റായിട്ട് ഇടപെട്ട് ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ശരത് പവാറിന് ഇടയ്ക്ക് തന്നിട്ട് വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമാണ്. അതിനേക്കാൾ വലിയ ഏറ്റവും രസകരമായ സംഭവം, BJP അടുത്തൊരു വർക്ക് നോക്കി. അതായത് MLA-മാരെ പിടിക്കുക, അവരെ കൊണ്ട് രാജിവെപ്പിക്കുക, എന്നിട്ട് വീണ്ടും BJP ബാനറിൽ. കാരണം നമുക്കറിയാം കേരളത്തിലെ പോലെയല്ല,
മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളിലും ഓരോ നേതാക്കൾക്ക് അവരുടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പോൾ ഈ നേതാവ് എങ്ങോട്ട് പറയുന്നു അവരുടെ കൂടെ ഈ വോട്ട് ബാങ്ക് കൂടെ പോകും. അപ്പോൾ അങ്ങനെയാണ് ഈ ഉത്തരേന്ത്യയിൽ ഒരുതപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇവർ അധികാരം പിടിക്കുന്നത് ആ ഒരു ഇതിലാണ്. കാരണം വെച്ചാൽ ഒരു വലിയ വോട്ട് ബാങ്കുള്ള നേതാവിനെ കണ്ടുപിടിക്കുക, അവരെ ചാക്കിലാക്കുക, അപ്പോൾ ആ വോട്ട് ബാങ്ക് അവരുടെ കൂടെ ഇപ്പുറം വരും. അങ്ങനെയാണ് BJP ഇനോർഗാനിക്കായിട്ട് ശരിക്കും വളർന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത ഒരു വലിയ സംഭവമാണ് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ടിരുന്ന ഉദയരാജ ഭോസലെ. ഉദയരാജ ഭോസലെ എന്ന് പറയുന്നത് ശിവാജിയുടെ പിന്മുറക്കാരനാണ്. ആ മണ്ഡലത്തിലെ വലിയ സ്വാധീനം, ശിവാജി എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ വലിയ വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് NCP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ട് 6 മാസത്തിനുള്ളിൽ രാജിവെച്ചിട്ട് വീണ്ടും BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ തന്നെ ഒരു ബുദ്ധിമുട്ടി. കാരണം ഉദയരാജ ഭോസലേക്കെതിരെ വിജയിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ അവസാനം ഈ 3 പാർട്ടികളും കൂടി ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഉദയരാജ ഭോസലെ പരാജയപ്പെട്ടു. അത് BJPക്ക് വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഈ 3 പാർട്ടികളോട് ഒന്നിച്ചെന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് BJP അന്നാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ആ ഒറ്റ കാരണം കൊണ്ടാണ് അതിൽ അവർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു, ആരെ എവിടെ രാജിവെപ്പിച്ച് മത്സരിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് പരാജയപ്പെടുത്തുമെന്ന്. അതിനുശേഷം ഒറ്റ MLA വിട്ടുപോകാൻ തയ്യാറായില്ല. ഒറ്റ MLA രാജിവെച്ചിട്ട് ഈ പറഞ്ഞ ഓപ്പറേഷൻ കമൽ കർണാടകയിൽ നടത്തിയതുപോലെ MLA രാജിവെപ്പിച്ച് BJP ടിക്കറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് തിരിച്ചുകൊണ്ട് അത് അധികാരം പിടിച്ചെടുക്കുന്ന പരിപാടി മഹാരാഷ്ട്രയിൽ നടന്നില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അവസാനം അവരൊരു 3-2 ഭൂരിപക്ഷത്തിൽ പിളർന്നു. പക്ഷേ 2.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ സഖ്യം ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിച്ച എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. ഇപ്പോൾ 2ആയിട്ട് പിളർത്തിയെടുത്തു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിൻ്റെ നിരീക്ഷകനായിട്ട് അവിടെ വന്നത്. അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ ചെയ്തൊരു പ്രവർത്തനമുണ്ട്. ഒരു വലിയ, അതായത് ഒരു വിട്ടുവീഴ്ചയുടെ ഒരു വലിയ ലോകമുണ്ടത്. അപ്പോൾ ആ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസ് നേവരെ ചെയ്തിട്ടില്ലാത്തത്ര വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് ആ സഖ്യം നിലനിർത്തുന്നത്. കാരണം ഈ ശിവസേന പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈഗോ, ഭയങ്കര ഈഗോ ആണ്. മഹാരാഷ്ട്ര പ്രൈഡ്, മറാത്ത പ്രൈഡ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു ലെവലുള്ള സംഭവമാണ്. അപ്പോൾ അത് ഒക്കെ മറികടന്നിട്ട് ആ ഒരു സഖ്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരം. ഇനി എനിക്കിതിനകത്ത് ഒരു കാര്യം കൂടെ രാജീവ് ആഡ് ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതുവരെ പറയുന്ന എല്ലാ പോയിന്റുകളും BJPയുടെ ദോഷവശങ്ങൾ ആണ്. പക്ഷെ BJPയുടെ കുറച്ച് നല്ല വശങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. അത് ഒന്ന് എന്ന് പറയുന്നത് അവരുടെ പ്രിപ്പയർനെസ് ആണ്. അതായത് നമുക്കറിയാം, ഈ ഇന്ത്യ സഖ്യം ഉണ്ടാകുന്ന ഇലക്ഷന് 2 മാസം മുമ്പാണ്. എന്നാൽ BJPയുടെ പ്രവർത്തനം, ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. 5 വർഷം നീണ്ട ഒരു സംഗതിയാണ് അവർക്ക് തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും ആ ലെവലിലേക്ക് വന്നിട്ടില്ല. അവർക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം മാത്രമാണ് തെരഞ്ഞെടുപ്പ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രഡീഷണലായിട്ട് അതാണ് എല്ലാ പാർട്ടികളുടെ അപ്രോച്ച്. അതായിരുന്നു എല്ലാ പാർട്ടികളുടെ അപ്രോച്ച്. അതായത് ഇലക്ഷൻ വരുമ്പോൾ 2-3 മാസം, മിക്കവാറും കോൺഗ്രസിൻ്റെയൊക്കെ നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പോലും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഗതിയേ അല്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. സ്ഥാനാർത്ഥിക്കെതിരെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിൽ അയാളെ മാറ്റിയിട്ട് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക. അങ്ങനെയുള്ള എല്ലാ സമ്പ്രദായങ്ങളും അവർ കൃത്യമായിട്ട് പരീക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ്, BJP ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യയിൽ. കാരണം ഈ BJP 2014 ഉപയോഗിച്ച സോഷ്യൽ മീഡിയ ടെക്നോളജിയൊക്കെ കോൺഗ്രസ് ഇപ്പോൾ എത്തിപ്പിടിച്ച് വരുന്നതേ ഉള്ളൂ. അവർ ബഹുദൂരം മുന്നിലെത്തി. അപ്പോൾ ആ ഒരു തലത്തിലൊന്നും ഒരു കാരണവശാലും എത്തിയിട്ടില്ല. പിന്നെ മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി നമ്മൾ കാണാതെ പോകരുത്. അതിൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്നതാണ്. കാരണം ഞാൻ യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മൾ ബീഹാർ എടുക്കുക, ഗുജറാത്ത് എടുക്കുക, അല്ലെങ്കിൽ UP എടുക്കുക. ഈ സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്, ഗുജറാത്തിൽ ഞാൻ തൽക്കാലം മാറ്റി നിർത്തുന്നു, ബാക്കി ഈ UP, ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ജംഗിൾ രാജായിരുന്നു ഒരു കാലത്ത്. നിങ്ങൾക്കൊരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിച്ചു കിട്ടില്ല. നിങ്ങൾക്ക് രാത്രി സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റണമെന്നില്ല. യഥേഷ്ടം തോക്കുകൾ ലഭ്യമാകുന്ന, ആർക്കും ആരെയും കൊല്ലാൻ പറ്റുന്ന, ആർക്കും ആരെയും തട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഭീകരമായൊരു സ്ഥിതിവിശേഷം ഈ സ്ഥലങ്ങളിലൊക്കെ സംജാതമായിരുന്നു. ഇത് ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ എന്തുകൊണ്ട് UP യോഗി ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരൻ അവൻ്റെ കമ്മ്യൂണലായ വികാരത്തിന് ഉപരിയായിട്ട് ഈ പറഞ്ഞതുപോലെ രാത്രിയായാലും എനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ധൈര്യമുള്ള ഒരു നിയമവ്യവസ്ഥയുടെ സംവിധാനം പല സ്ഥലങ്ങളിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് ഒരു കാരണവശാലും നമ്മൾ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. നമ്മൾ ഈ കമ്മ്യൂണലായിട്ടുള്ള എല്ലാ കാരണങ്ങളും പറയുന്നെങ്കിലും ഈ ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി കൊടുത്തവരാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ബീഹാർ, UP പോലുള്ള സംസ്ഥാനങ്ങളിലവരാണ്. ഈവൻ ഗുജറാത്തിലെ ഒരു സംഭവം ഞാൻ പറയാം. ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5 മാസത്തോളം ഗുജറാത്ത് മനോരമയ്ക്ക് വേണ്ടി കവർ ചെയ്തത് ഞാനാണ്. 1.5 മാസത്തോളം ഞാൻ ഗുജറാത്തിൽ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് ഞാൻ എല്ലാ ജാതി മതസ്ഥരോടും സംസാരിച്ചു. അവരെല്ലാം പറയുന്നു ഒരു പ്രധാന കാരണം, ഓക്കെ, കലാപത്തിൻ്റെ കേസിൽ അവർക്ക് അതിഭീകരമായ ദേശീയവും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
പക്ഷേ അവർ പറയുന്നത് ഗുജറാത്തിലെ അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥ മാറി. പണ്ടൊക്കെ ആണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടമുള്ള സമയത്ത് വരിക, അവർ ഈവൻ കസേരയിൽ പോലും ഇരിക്കില്ല, ഡെസ്കിൻ്റെ പുറത്തിരിക്കുക, ഈ പറഞ്ഞ പോലെ മുറുക്കി തുപ്പുക തുടങ്ങിയ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വരുന്ന ആൾക്കാർക്കൊരു മൈൻഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ജനങ്ങൾ മാസങ്ങളോളം കയറി ഇറങ്ങി അല്ലെങ്കിൽ വൻ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറി സിസ്റ്റമാറ്റിക്കായി. അതായത് മുകളിലത്തെ ലെവലിൽ വൻതോതിൽ അഴിമതി നടക്കുമ്പോഴും താഴത്തെ ലെവല് അവരൊരുവിധം വൃത്തിയായി സൂക്ഷിച്ചു. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് അയാൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം, അയാൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം, അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മാന്യമായ പെരുമാറ്റം കിട്ടണം. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ BJP വളർച്ചയെ കാണേണ്ടത്. പക്ഷേ അതേസമയം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതേ ഇലക്ഷനിൽ ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയ ഗുജറാത്ത് ഇലക്ഷനിൽ മോദിയുടെ പ്രസംഗങ്ങൾ, മോദി ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞു, വികസനത്തെക്കുറിച്ച് പറഞ്ഞു, ആരും കേൾക്കാറുണ്ടായിരുന്നില്ല. അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ തീയതി എടുത്തപ്പോൾ പുള്ളി വർഗീയത പറയാൻ തുടങ്ങിയപ്പോഴത്തേന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു. അപ്പോൾ മോദിയുടെ റാലികൾ വൻ വിജയമായി തുടങ്ങി. അപ്പോൾ ചുരുക്കത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു ടൂൾ ആണ്, ഒരു സ്വേച്ഛാധിപതി എന്ന നിലയ്ക്ക് ഭരിക്കുന്ന ഒരാളാണ് മോദി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വയോ അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ടുള്ള സംഗതിയോ അദ്ദേഹത്തിന് വോട്ട് പിടിച്ചെടുക്കാനുള്ള, അധികാരത്തിലേക്ക് കയറാനുള്ള ഒരു കൂണി മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം.